ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ മോർണിംഗ് ആണ്. ഇപ്പോൾ സാറ്റർഡേ മോർണിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും പോലെ തന്നെ പ്രത്യേകിച്ച് UAE-ലാകുമ്പോൾ ഇന്നൊരു വീക്കെൻഡ് മൂഡാണ്. എന്താ പറയുക, ഓഫീസില്ല, കുട്ടികൾക്കുള്ള സ്കൂളില്ല. അപ്പോൾ അങ്ങനെ ഇതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കുറച്ച് ലേറ്റായിട്ട് എണീക്കുന്നൊരു ദിവസമാണല്ലോ. അപ്പോൾ കുറച്ച് നേരമായിട്ടുള്ള എണീറ്റിട്ട് അപ്പോൾ ആ ഒരു ക്ഷീണം അതൊക്കെ ഫേസ് നോക്കുമ്പോൾ കാണും. പിന്നെ എന്താ പറയുക, അപ്പോൾ രാവിലത്തേക്കുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കണം. എന്തായാലും ഇന്ന് പുട്ടും മുതിരക്കറിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. പുട്ട് നമ്മൾ സാധാരണ അധികം വെക്കാറില്ല, കാരണം കുട്ടികൾക്ക് അത്ര താല്പര്യമുള്ള സാധനമല്ല. അവർക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾക്ക് രണ്ടാൾക്കായാലും മെയിനായിട്ട് വേണ്ടിയിട്ടാണ് പുട്ട് കഴിക്കുന്നത്. അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് നമ്മൾ കഴിപ്പിച്ച് മാത്രമേ അവർ കഴിക്കുള്ളൂ. അപ്പം നോക്കണം. അപ്പോൾ പുട്ടും മുതിരക്കറിയാണ് ഉണ്ടാക്കുന്നത്. പുട്ടിനെ കൊണ്ട് സാധാരണ കടലക്കറി ആണ് കോമ്പിനേഷൻ പറയുക. പക്ഷേ ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടം പുട്ടും മുതിരപ്പേരിയാണ്. മുതിര കറി ഇതായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കണം, ചായ കുടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ സാറ്റർഡേ ആയതുകൊണ്ട് എങ്ങടെയെങ്കിലുമൊക്കെ പോകണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കുമെന്ന് അറിയില്ല. എല്ലാ ദിവസവും നമ്മളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ഇതിൽ വഴി കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ പുട്ടുണ്ടാക്കാനായിട്ട് പുട്ടുപൊടിയൊക്കെ നനച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ വാങ്ങിക്കുന്ന പുട്ടുപൊടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഗ്ലാസ് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് തന്നെ വെള്ളം എടുക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമ്മളതങ്ങനെ വെക്കണം. അപ്പോഴാണ് കേട്ടോ, കാരണം നമ്മൾ വിചാരിക്കും ഒരു ഗ്ലാസ് ആയിരിക്കും എന്തിനാ ഒരു ഗ്ലാസ് വെള്ളം എന്ന്. പക്ഷേ അത് കുറച്ച് നേരം ഇരുന്ന് നനഞ്ഞതാകുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ അളവ് കൂടുന്ന പോലെയും അതുപോലെ തന്നെ ആ നനവൊക്കെ കറക്റ്റായിട്ടുള്ള പോലെയാവും കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ നനച്ച് വെച്ചിട്ട് ഇനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. കാരണം അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് ആ ഒരു കറക്റ്റ് ആ ഒരു പാകത്തിൽ കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പുട്ടുണ്ടാക്കാം. അങ്ങനെ നമ്മുടെ പുട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ മുതിരക്കറിയും വെച്ചു, അങ്ങനെ പാലും വെച്ചു ചായക്ക്. അപ്പോൾ ഇതാ മുതിരപ്പേരി ഇവിടെ കാച്ചി കഴിഞ്ഞു. ചായക്ക് പാല് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ചായയും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ്. അപ്പം നമ്മളെല്ലാവരും പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പം നമ്മൾ വിചാരിച്ചിട്ടുള്ളത് നമ്മുടെ അടുത്ത് തന്നെ ഒരു ഗലേറിയ മാൾ എന്ന് പറഞ്ഞിട്ടൊരു മാള് അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടേക്ക് വെറുതെ പോവാം, ഷോപ്പിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് പോയി കുറച്ച് നേരം ഒന്ന് അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ എല്ലാവരും റെഡി ആയിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ അവിടെ പോയിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ കാണിക്കാം. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇറങ്ങിയ സമയം എന്ന് പറയുമ്പോൾ എല്ലാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഒരു ഉച്ചയ്ക്ക് ആയി, 12 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ചൂടുണ്ടായിരുന്നു. പുറത്ത് നടക്കുന്ന കാര്യമൊന്നും അത്ര എളുപ്പമുണ്ടായിരുന്നില്ല. പിന്നെ മാളിൻ്റെ ഉള്ളിൽ തന്നെ ആയാലും നമ്മളിപ്പോൾ ഈ നടക്കുന്ന ഈ മാളിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ലക്ഷറി ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പൊതുവേ നമുക്ക് ഇങ്ങനെയുള്ള മാളുകളൊന്നും നമുക്ക് പറ്റില്ല. പക്ഷേ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ബ്രാൻഡുകളുടെ ഒരു ഏരിയ ആണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ സ്കൈ പാർക്കിലോട്ട് വന്നു. ചൂടുണ്ടെങ്കിലും പക്ഷെ നമുക്ക് അവിടെ അത്യാവശ്യം ഇരിക്കാനും പിന്നെ ഇഷ്ടം പോലെ മരങ്ങളൊക്കെ ചുറ്റും വെച്ച് പിടിപ്പിച്ചിട്ടുള്ള കാരണം അതൊന്നും വലിയ പ്രശ്നമില്ല. അപ്പോൾ കുട്ടികൾ നല്ല കളിയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ മതി, കാരണം വലിയ തിരക്കില്ലാത്തതുകൊണ്ട് അവരെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ മാളിൻ്റെ അകത്തോട്ട് കടന്നു കേട്ടോ. കാരണം ചൂട് അത്ര സുഖമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിനുള്ളിലായാലും കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികൾക്ക് പറ്റിയതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ കുട്ടികൾക്ക് പറ്റിയ ഗെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കായിരുന്നു. അവർ രണ്ടാൾക്കും ഗെയിം എന്താണെന്ന് സത്യത്തിൽ ശരിക്കും മനസ്സിലായിട്ടല്ല കളിക്കണമെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് എന്തൊക്കെയോ ആകെ പിടിച്ച് തിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ പോയി. അന്ന വണ്ടി ഓടിക്കേ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് ഇറങ്ങിട്ടോ. അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഗലേറിയ മാളിലേക്ക് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം പാർക്കിലൊക്കെ കുട്ടികൾ കുറച്ച് നേരം കളിച്ചു. നല്ല ചൂടുള്ളതുകൊണ്ട് ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചൂടൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പോകാനായിട്ട് പറ്റിയൊരു പാർക്കാണ്. കുറച്ച് അധികം വലിയ തിരക്കും ബഹളമൊന്നുമില്ല.
ഇത്രയും ഉള്ളൂ ഇന്നത്തെ വിശേഷം. അങ്ങനെ പാർക്കൊക്കെ പോയി ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞൊരു 3 o'clock ഒക്കെ ആയപ്പോൾ നമ്മൾ വീടിൻ്റെ അവിടെ എത്തി. പിന്നെ ഇവിടെ നിന്ന് അവർക്ക് ഫുഡ് എന്തെങ്കിലും ഒന്നും കഴിക്കാത്തവരെ എന്തെങ്കിലും ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ജ്യൂസ് മേടിക്കാനായിട്ടൊക്കെ നിർത്തിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് ഇനി നമ്മൾ വീട്ടിലേക്ക് പോകും. പാർക്ക് എന്നൊന്നും പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത്ര വലിയ പാർക്കല്ല, പക്ഷെ ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അവർ കുറച്ച് നേരമൊക്കെ അവിടെ കളിച്ചു. പിന്നെ നമുക്ക് കുറച്ച് നേരം ഇരിക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൂടില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റും. ഈ സമയമായതുകൊണ്ട് ഒരു ഈവനിങ് ടൈമൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് പോയ സ്ഥലം പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ വീടിൻ്റെ അവിടേക്ക് തിരിച്ചെത്തി. പിന്നെ അവർക്ക് ഫുഡൊന്നും കഴിക്കാത്ത കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫുഡ് വീട്ടിലുണ്ട്. ഇന്നലെ രാത്രിയിൽ ഫുഡ് ഉണ്ടാക്കിയ കാരണം ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചില്ല. പക്ഷെ അവർ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് എന്താ പറയുക, ജ്യൂസ് വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ ഒരു ഷോപ്പിൽ നിർത്തിക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിനി വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം.